ചെങ്ങന്മാരെ നമസ്കാരമുണ്ട്. നമ്മൾ ശിവനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ശിവൻ എന്ന് നമുക്ക് അത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ വായിച്ചറിയാനോ അതൊന്നും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല. ശിവം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ശിവത്വം അറിയണം. ശിവത്വം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം മനുഷ്യത്വത്തെക്കുറിച്ച് അറിയണം. മനുഷ്യത്വം എന്താണെന്ന് അറിയാതെ നമ്മൾ ശിവത്വത്തെക്കുറിച്ച് അറിയാനോ ശിവത്വം എന്താണെന്ന് അറിയാനോ നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. ഏതൊരു മതങ്ങളാണെങ്കിലും നന്മയാണല്ലോ, നന്മയിലേക്ക് എന്നുള്ളൊരു കാര്യമാണല്ലോ നമ്മളോട് പഠിപ്പിക്കണേ. കർത്താവാണെന്നുണ്ടെങ്കിലും പ്രവാചകനാണെങ്കിലും ബുദ്ധനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും നന്മയിലേക്കാണ്, അല്ലാതെ തിന്മയിലേക്ക് എന്നുള്ളൊരു കാര്യം പറയുന്നില്ല. അപ്പോൾ നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് മറ്റുള്ള ജീവജാലങ്ങൾക്ക് നന്മ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശിവത്വത്തെ അറിയാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു സമയത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ശിവത്വത്തെ അറിയാനും കഴിയും, അത് എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയും. അതാണ് ശിവം, ശിവോഹം, ഞാൻ തന്നെ ശിവം. അയ്യപ്പൻ നമുക്ക് ശബരിമലയിൽ പറഞ്ഞു തന്ന പോലെ തത്വമസി, അത് നീയാകുന്നു. ഹര ഹര മഹാദേവ്.